നമസ്കാരം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ നടന്നത് വൻ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് സൂചന. തങ്ങളെ മോർഫ് ചെയ്ത ചിത്രം ഉപയോഗിച്ച് അധിക്ഷേപിച്ച കേസിൽ പോലീസ് സമർപ്പിച്ച പുതിയ റിപ്പോർട്ടുകൾ ഈ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമായതോടെയാണ് സംഭവത്തിന് പിന്നിലെ കള്ളക്കളികൾ ഓരോന്നായി പുറത്തുവരുന്നത്. പ്രതി മുഹമ്മദ് റോഷൻ പ്രചരിപ്പിച്ച ചിത്രങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും ഇതിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാണക്കാട് തങ്ങളെ വ്യക്തിഹത്യ നടത്തുക എന്നതിലുപരി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അറസ്റ്റിലായ മുഹമ്മദ് റോഷൻ വെറുമൊരു ഉപകരണം മാത്രമാണെന്നും ഇയാൾക്ക് പിന്നിൽ ബുദ്ധി കേന്ദ്രങ്ങളായി പ്രവർത്തിച്ച രാഷ്ട്രീയ എതിരാളികളെ കണ്ടെത്തണമെന്നും ആവശ്യം ശക്തമാണ്. ഭരണം മാറിയതോടെ പോലീസിന് മേലുണ്ടായിരുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിഞ്ഞെന്നും അതുകൊണ്ടാണ് സത്യം ഇപ്പോൾ പുറത്തു വരുന്നതെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു. തങ്ങൾക്കെതിരെ 17കാരിയുടെ പരാതി ഉണ്ടെന്ന റോഷന്റെ വാദം പച്ചക്കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പരാതിക്കാരിയെ കണ്ടെത്താൻ വിപുലമായ അന്വേഷണം നടത്തിയിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇര എന്ന പേരിൽ ഒരാളെ സൃഷ്ടിച്ച് തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു റോഷന്റെ നീക്കം. പണം തട്ടുക എന്നതിനപ്പുറം തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും സാമൂഹിക മാധ്യമത്തിൽ നാണം കെടുത്തുക എന്നതായിരുന്നു ഈ തിരക്കഥയുടെ പ്രധാന അജണ്ട. തങ്ങളുടെ ബന്ധുവിനെ വിളിച്ചു വരുത്തി വ്യാജ ചിത്രങ്ങൾ കാണിച്ച് 15 കോടി രൂപ ആവശ്യപ്പെട്ടത് വെറുമൊരു ക്രിമിനൽ ബുദ്ധിയിൽ ഉദിച്ചതല്ല എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇത്രയും വലിയ തുക ആവശ്യപ്പെടാനും ഭീഷണിപ്പെടുത്താനും റോഷന് ധൈര്യം ലഭിച്ചത് എവിടെ നിന്നാണെന്നും അന്വേഷിക്കും. ഈ ഗൂഢാലോചനയിൽ റോഷന് പുറമെ സൈബർ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധരായ മറ്റാരൊക്കെയോ പങ്കെടുത്തിട്ടുണ്ട്. മോർഫ് ചെയ്ത ചിത്രങ്ങൾ നിർമ്മിക്കാനും അത് പ്രചരിപ്പിക്കാനും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനും ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. റോഷൻ നിർമ്മിച്ച വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി നടത്തിയ പ്രചരണങ്ങൾ ലീഗ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. എന്നാൽ ഈ ചിത്രം വ്യാജമാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞതോടെ ഗൂഢാലോചനയുടെ മുനയൊടിഞ്ഞു. കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. ഗൂഢാലോചന നടന്നോ എന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. സാദിഖ് അലി തങ്ങളെപ്പോലെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വക്താവായൊരു നേതാവിനെതിരെ ഇത്തരമൊരു നീക്കം നടന്നത് കേരള രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ പുറത്തുകൊണ്ടുവന്നില്ലെങ്കിൽ ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് UDF ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം പാതി വഴി നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഭരണമാറ്റം പോലീസ് സംവിധാനത്തിന് വരുത്തിയ മാറ്റം ഈ കേസിൽ പ്രകടമാണ്. മുൻപ് മന്ദഗതിയിലായിരുന്ന അന്വേഷണം ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മലപ്പുറം SP പ്രത്യേക നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. റോഷന്റെ ഫോൺ രേഖകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നതോടെ ഇയാൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തുവരും. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണം എത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഒരു മതനേതാവിനെതിരെ വ്യാജ ലൈംഗിക ആരോപണം ഉന്നയിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കേരളത്തിൽ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ്. ഇത് പാണക്കാട് തങ്ങളുടെ കാര്യത്തിൽ പരാജയപ്പെട്ടത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം മാത്രമാണ്. പണം നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം പുറത്തു വരില്ലായിരുന്നു. എന്നാൽ പണം നൽകാതെ നിയമപോരാട്ടത്തിൽ തയ്യാറായ പാണക്കാട് കുടുംബത്തിന്റെ നിലപാടാണ് പ്രതിയെ കുടുക്കാൻ സഹായകരമായത്.